എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ വാരീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളുകളായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ എരച്ചിൽപ്പാറ വെള്ളച്ചാട്ടമായിരുന്നു നമ്മൾ ഇട്ടായിരുന്നത്. നമ്മൾ മറയൂരിലുള്ള എരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം ഇപ്പം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാന്തല്ലൂർ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എരച്ചിൽപ്പാറയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാത്തവർ ഇതിന് തൊട്ട് മുന്നിലത്തെ വീഡിയോ പോയി കാണുക. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് വീഡിയോ. അപ്പോൾ നമ്മൾ മറയൂരിൽ നിന്ന് നേരെ കാന്തല്ലൂർ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മുടെ ലക്ഷ്യം മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ശർക്കര ഫാക്ടറികളുണ്ട് ഇവിടെ. അപ്പം ആ ഒരു ഫാക്ടറി ലക്ഷ്യമാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിലെല്ലാം നിങ്ങൾക്ക് കാണാം മനോഹരമായ തെങ്ങിൻതോപ്പുകളും അതേപോലെ അങ്ങ് ദൂരെ നല്ല കുന്നുകളും മഞ്ഞ് മൂടിയ ഒരു കാലാവസ്ഥയൊക്കെ നിങ്ങൾക്ക് അങ്ങ് ദൂരെ കാണാൻ പറ്റും. അങ്ങോട്ട് ഒരു ചെറിയ കയറ്റമാണ് കേട്ടോ, കാന്തല്ലൂർ വരെ അത്യാവശ്യം നല്ല കയറ്റമാണ്. നമ്മുടെ മറയൂരിൽ നിന്ന് കാന്തല്ലൂർ വരെ ഏകദേശം ഒരു 14 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. അപ്പം നമ്മളിതേ ഒരു മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയുടെ അടുത്തതേ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഇവിടെ വണ്ടി ഒതുക്കിയതിന് ശേഷം ഇവിടെ നടക്കുന്ന കാഴ്ചകളാട്ടോ ഞാൻ നിങ്ങളിനി കാണിക്കാൻ പോകുന്നത്. മറയൂർ ശർക്കരയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ശർക്കരയാണ് കേരളത്തിൽ കിട്ടുന്നത്. ഇവിടുത്തെ തന്നെ കരിമ്പ്, ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പ് വെച്ചിട്ടാണ് അവർ ഈ മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത്. മറയൂർ കരിമ്പും ഒരു സ്പെഷ്യൽ ആണെന്ന് തന്നെ പറയാം. കാരണം കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് അവർ കരിമ്പ്, ആദ്യമേ കരിമ്പ് നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിക്കാറില്ല, അതേപോലെ തന്നെ ഒരു മെഷീനിലിട്ട് അത് നമ്മൾ കരിമ്പ് പിഴിഞ്ഞ് അത് ഇതിനകത്തേക്ക് കണ്ടോ ഇതിലിട്ട് തിളപ്പിച്ച് അതിനകത്ത് വേറെ എന്തൊക്കെയോ ചേരുവകൾ അവർ ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് അവർ ചോദിച്ചിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തന്നില്ല. ഒരു കരിമ്പ് മാത്രമേ ചേർക്കുന്നുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ കരിമ്പ് അതിൻ്റെ ഉള്ളിലിട്ട് നല്ല ടെമ്പറേച്ചറിലിട്ട് തിളപ്പിച്ച് കുറേ നേരം തിളച്ച് അവസാനം നല്ല രീതിയിൽ കുറുകി വരുമ്പോഴാണ് അവരത് തീ അണച്ചിട്ട് ഈ കാണുന്ന ഈ ചേച്ചിമാരിട്ട് ശർക്കര ഉരുട്ടുന്നുണ്ടോ അതിലേക്ക് അത് ഒഴിച്ച് അത് ഉണങ്ങി അവസാനം ചൂടാറി കഴിയുമ്പോൾ അവർ ഉരുട്ടി ശർക്കര ഈ ഒരു രൂപത്തിലേക്ക് ആക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ശർക്കര തന്നെ 2 ടൈപ്പുണ്ട്. നമ്മുടെ ഇഞ്ചിയൊക്കെ ചേർത്ത ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ശർക്കരയുണ്ട്, നോർമൽ ശർക്കരയുണ്ട്. അപ്പം ഇവിടുന്ന് ഡയറക്റ്റ് ശർക്കര വാങ്ങുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇവർ ഇത് ഉറയ്ക്കാൻ വേണ്ടി കുമ്മായം ഇടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം സത്യം എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പിന്നെ ആ ചേട്ടൻ കണ്ടോ, അതിൻ്റെ മുകളിൽ എന്തോ ഒരു പത പോലെ ഇങ്ങനെ ഒരു സാധനം പൊങ്ങി വരുന്നത്, ആ ചേട്ടൻ അത് കോരി കളയുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇപ്പം അത് ജസ്റ്റ് അത് ഇട്ടേ ഉള്ളൂ കേട്ടോ. അപ്പുറത്തുനിന്ന് ഒരു ചേട്ടൻ അവിടെ തീ അടിയിൽ നിന്ന് കത്തിക്കുന്നുണ്ട് ഒരു സൈഡിൽ. ഇതിന് മുമ്പ് ഒഴിച്ച ആ ശർക്കര അവിടെ ഉരുട്ടുന്ന കാഴ്ചയും കാണാം. അപ്പം നമ്മളിത് കുറച്ച് ശർക്കര വാങ്ങിയതിന് ശേഷം ഈ പരിസരമൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ച് കണ്ടില്ല. അവിടെ കണ്ടോ, ആ കരിമ്പിൻ്റെ ചണ്ടിയാണ് കേട്ടോ കൂട്ടിയിട്ടിരിക്കുന്നത്. ഈ പോക്കോയിൽ പോലെ കാണുന്നത് അവിടുന്ന് തീ കത്തി ഈ പോക്കോയിലേക്കൂടെയാണ് പുക മുകളിലേക്ക് പോകുന്നത്. ഇതൊരു സാധാ ടൈപ്പ് എന്നാ പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യുന്ന ഫാക്ടറികളാണ്, അല്ലാതെ മെഷീൻ വെച്ചിട്ട് ചെയ്യുന്ന ഹൈടെക് ഫാക്ടറികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഇത് കരിമ്പ് കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല വിളഞ്ഞ പാകമായ കരിമ്പുകളാണ് ശരിക്കും ശർക്കര ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം കരിമ്പ് ഒരു സൈഡ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ച കാണാൻ പറ്റും. തൊട്ട് മുകളിൽ കരിമ്പൻ തോട്ടങ്ങളാണ് കാണുന്നത്. വിളവെടുത്ത കരിമ്പുകളെല്ലാം വെട്ടിയെടുത്തതിന് ശേഷം ഇപ്പോൾ പുതിയത് നട്ടത് ജസ്റ്റ് മുളച്ച് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയും മുകളിലും കരിമ്പൻ തോട്ടങ്ങളാണ് കണ്ടോ. ഈ സൈഡിലൊക്കെ ഒത്തിരി കരിമ്പുകൾ കൂട്ടി വെച്ചേക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കണ്ടത് ഈ മെഷീനകത്ത് കേട്ടോ അവർ കരിമ്പ് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു വെള്ളം പോലത്തെ സംഭവം എടുക്കുന്നത് കണ്ടോ. ഈ ഒരു മെഷീനകത്താണ്. ഇത് ഡീസൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലൂടെ അവർ ഇട്ട് അരച്ച് അത് കണ്ടില്ല, അരിപ്പ വെച്ച് അരിച്ച് അതെടുത്തിട്ട് അവിടെ കൊണ്ടുപോയി ഒഴിച്ച് അത് പലതവണയായിട്ട് അങ്ങനെ ചെയ്ത് അത് തിളപ്പിച്ചാണ് ശരിക്കും അത് ആ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഇവിടെ സൈഡിൽ കരിമ്പ് ജ്യൂസ് നമുക്ക് ലൈവായിട്ട് കുടിക്കാം. ഇവിടെ ചെറിയൊരു കട പോലെയുണ്ട്, പൈനാപ്പിൾ ജ്യൂസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. 10 രൂപയുള്ളൂ ഒരു
കരിമ്പിൻ ജ്യൂസിന്. കണ്ടില്ലേ ആ ചേട്ടൻ ഈ കണ്ടോ കരിമ്പിൻ്റെ തന്നെ ചണ്ടി തന്നെയാണ് ആ ചേട്ടനിട്ട് കത്തിക്കുന്നത്. കണ്ടില്ലേ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു കരിമ്പിൻ്റെ ചണ്ടി ഉണക്കിയെടുത്തിട്ട് അത് തന്നെയാണ് അടുപ്പിൻ്റെ അടിയിലിട്ട് കത്തിച്ചത് തീക്കായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ശർക്കര ഉണ്ടാക്കുന്നൊരു പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാൻ. കണ്ടില്ലേ താഴെയും കരിമ്പൻ തോട്ടങ്ങളാണ് കേട്ടോ. എല്ലാം ഇപ്പോൾ പാകമായ കരിമ്പുകളെല്ലാം വിളവെടുത്തിട്ട് പുതിയ കരിമ്പ് നട്ടു. അപ്പോൾ കണ്ടില്ലേ ചെറിയ കരിമ്പൻ തൈകളാണ് നിൽക്കുന്നത്. അങ്ങ് ദൂരെ കണ്ടില്ലേ നല്ല മലകളിങ്ങനെ ഉയർന്ന് മഞ്ഞ് മൂടി കിടക്കുന്ന കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. അപ്പോൾ ഈ കരിമ്പ് വിളവെടുക്കുന്ന പ്രായമാകുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും കാണാൻ. കരിമ്പൊക്കെ പൂത്തി നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. ഞാൻ പണ്ട് വന്നപ്പോൾ ഇവിടെ കരിമ്പ് പൂത്തി നിൽക്കുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. അപ്പോൾ ഇനി ഇത് വലുതായി വന്ന് ഇനി വിളവെടുക്കുന്ന സമയമാകുമ്പോൾ ഇവിടുത്തെ കാഴ്ച അതിമനോഹരമായിരിക്കും കേട്ടോ. അങ്ങനെ അവിടെ മുന്നോട്ട് വന്നതിന് ശേഷം നിങ്ങളെ കരിമ്പ് പൂത്തി നിൽക്കുന്നൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് കണ്ടോ ഞാൻ ഇവിടെ നിർത്തിയത്. കണ്ടോ അങ്ങ് ദൂരെ കണ്ടോ കരിമ്പ് പൂത്തി നിൽക്കുന്ന കാഴ്ച കണ്ടോ. ഈ സൈഡിലും ഒരു മറയൂർ ശർക്കര ഫാക്ടറി ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നും ശർക്കര നമുക്ക് വാങ്ങാൻ പറ്റും. കരിമ്പ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ ഇവിടെ നിന്നും ആളുകൾ ധാരാളം വണ്ടി നിർത്തി കരിമ്പ് വാങ്ങുന്നുണ്ട്. ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് കാന്തല്ലൂരിലേക്കാണ്. കാന്തല്ലൂരിലെ കാഴ്ചകളാണ് അടുത്ത വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാന്തല്ലൂരിലെ കാഴ്ചകൾ കാണാം കേട്ടോ.